ആധിപത്യ ഭരണകാലത്താണെങ്കിലും ഒരു നാടിൻ്റെ വികസനം, ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് വികസിതമായ റോഡുകൾ തന്നെയാണ്. അത് ആദ്യകാലങ്ങളിൽ മുതൽ ആ റോഡിന് വലിയ പ്രാധാന്യങ്ങൾ നൽകിയിരുന്നു. ആളുകളുടെ സഞ്ചാരത്തിനും അതുപോലെ ചരക്ക് നീക്കത്തിനും സുഗന്ധവ്യഞ്ജനങ്ങൾ അതായത് തുറമുഖങ്ങളിലേക്ക് നീക്കം ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നിരവധിയായ റോഡുകൾ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി വിഭാവനം ചെയ്യുന്നത് 2030 ഇന്ത്യയിലെ റോഡ് കണക്ടിവിറ്റി അമേരിക്കയേക്കാൾ കൂടുതൽ വർദ്ധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ദേശീയപാതയെ സംബന്ധിച്ച് പറയുമ്പോൾ 1924 പ്രളയത്തോടനുബന്ധിച്ച് ഈ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് നശിച്ചു പോവുകയും അതിനുശേഷം ഈ നമ്മുടെ മൂന്നാർ പോലെയുള്ള പ്രദേശത്തേക്ക് ഒരു ഗതാഗത പ്രാധാന്യത്തെക്കുറിച്ച് അന്നത്തെ രാജകുടുംബം തിരുവിതാംകൂർ സഭയിൽ ചർച്ച ചെയ്യുകയും അന്ന് വെറും നാട്ടുവഴിയായിരുന്ന ഈ റോഡ് വികസിപ്പിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 1927 ഈ റോഡ് ടെൻഡർ ചെയ്യുകയും നേര്യമംഗലത്ത് പുതിയ പാലം പെരിയാറിന് കുറുകെ വരികയും 1932 ഈ റോഡ് ഉദ്ഘാടനം ചെയ്ത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ദേവികുളം ഉടുമ്പൻചോല പോലെയുള്ള താലൂക്കുകളിലേക്ക് കൂടുതൽ ജനവാസം വരികയും ഈ ഇടുക്കി ജില്ലയിൽ ഇത്രയധികം ആളുകൾ വന്നു ചേരുകയും കൃഷി ചെയ്യുകയും ആ കൃഷി ചെയ്ത് ഏലം, കുരുമുളക് ഇങ്ങനെയുള്ള കൃഷികൾ, നെല്ല്, കപ്പ എല്ലാം ഉൽപ്പാദിപ്പിച്ച് തന്നെയല്ല ഈ ഭാഗം തമിഴ്നാടിൻ്റെതായി മാറേണ്ടിരുന്ന ഒരു പ്രദേശത്തെ കേരളത്തിൻ്റെതാക്കി മാറ്റിയത് ഈ വഴി തന്നെയാണ്. അത് മാത്രമല്ല, ഗ്രോമോർ ഫുഡ് പദ്ധതി എന്ന് പറഞ്ഞ് പദ്ധതി പ്രഖ്യാപിച്ചു. നാട് മുഴുവൻ പട്ടിണിയായിരുന്നു. ആ സമയത്ത് ഇതിലേക്ക് ആളുകൾക്ക് വരാനും പോകാനും ഈ ധാന്യങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് രാജഭരണകാലത്ത് തന്നെ ഈ റോഡ് വിഭാവനം ചെയ്തത്. ഇതെല്ലാം ഉപയോഗിച്ചതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നതിന് ഈ റോഡിനുള്ള പ്രാധാന്യം ഒട്ടും. ഒരു കാലത്ത് സർക്കാരിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്ന പ്രദേശമാണിത്. മറ്റൊന്ന്, ഈ പറയുന്ന നമ്മളെ എതിർക്കുന്ന പരിസ്ഥിതിവാദികളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ അപ്പന്മാർക്ക് ഭക്ഷണം കൊടുത്ത നാടായത്. എന്നിട്ടിന്ന് നമ്മളെ കയ്യേറ്റക്കാരാക്കി നമ്മളുടെ വഴികൾ തടഞ്ഞ് വലിയൊരു നിഗൂഢ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നു. 1989 ഇത് ദേശീയപാതയായി പ്രഖ്യാപിക്കുകയും അതിനുശേഷം 10-40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിനൊരു 1200 കോടി രൂപ അനുവദിച്ച ഒരു വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ദേശീയപാത നിലവാരത്തിലേക്ക് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത്. അതായത് പണ്ട് മുതലേ ഈ വനം വകുപ്പാണ് ഇത് തടഞ്ഞുകൊണ്ടിരുന്നത്. വനം വകുപ്പിൻ്റെ എതിർപ്പ് കാരണമാണ് 89 പ്രഖ്യാപിച്ച ഈ റോഡ് NH 49 ആയിരുന്നല്ലോ അത് വികസിക്കായിരുന്നു. അതിനുശേഷം ഈ 2024 ഒരു വിധി നേടിയെടുത്തപ്പോഴാണ് ഈ റോഡ് പുനരുജ്ജീവിപ്പിക്കണം നമുക്ക് തന്നെ ഒന്നുകൂടി അതിനൊരു ശുഭാപ്തി വിശ്വാസം വന്നത്, അല്ലേ? ശരിക്കും ഏറ്റവും കൂടുതൽ പരിസ്ഥിതിവാദികൾ ഉപയോഗപ്പെടുത്തുന്ന ആയുധമാക്കുന്നത് കോടതികളെയാണ്. അതെ, അതിന് ഏകപക്ഷീയമായ വിജയം അവർക്ക് കിട്ടുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഗവൺമെൻറ്റുകൾ ഒളിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ജനങ്ങളെക്കാളധികം ഗവൺമെന്റുകൾ ഈ പറഞ്ഞ പരിസ്ഥിതിവാദികൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ അതിന് വേറെ ന്യായങ്ങൾ ചമയ്ക്കുന്നു. അവർ നിരപരാധിയാണെന്ന് ഭാവിക്കുന്നു. അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത പഠനങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായി ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളാണ് പരിസ്ഥിതിവാദികൾ. അതേ ഉപകരണങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ. ലക്ഷ്യം ഭരണകൂടത്തിൻ്റെത് തന്നെയാണ്. ചൂഷണം തന്നെയാണ് ലക്ഷ്യം. ചൂഷണമാണ്. കോടാനുകോടി രൂപ ഇതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ഈ ആളുകൾ കൈയടക്കുന്നു. പല കാലത്ത് തിരുവനന്തപുരം ഗവൺമെന്റിനൊക്കെ എത്രയോ കാഴ്ചപ്പാടുണ്ടായിരുന്നതിന്റെ ഫലമായിട്ട് അന്നത്തെ കാലത്ത് ഈ 30 മീറ്റർ റോഡ് വിഭാവനം ചെയ്യുന്നു. 100 അടിയില്ലേ? 100 അടി 1932 100 വർഷം മുമ്പ് ആ 1932 ഈ റോഡിന് 100 അടി വിജ്ഞാപനം ചെയ്യുകയും അതിനുശേഷം ആ വിജ്ഞാപനത്തിൽ തന്നെ പറഞ്ഞിരിക്കുക ഈ റോഡിന് സമീപത്തുള്ള പാറയുടെ ഉൾപ്പെടെ ആ പാറ പൊട്ടിച്ച് റോഡ് പണിയുന്നതിനുള്ള അവകാശം പോലും PWDക്ക് അന്ന് എഴുതി വെച്ചിരിക്കുക രേഖകളിൽ. അതുവരെ വനംവകുപ്പ് തടസ്സപ്പെടുത്താതിരിക്കാനാണ്. കാരണം 1895 ഇതൊരു റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും ഈ റോഡിന് ആവശ്യമായ സ്ഥലവും ഇവിടുത്തെ ജനവാസത്തിന് ആവശ്യമായ സ്ഥലവും പിന്നീട് റിസർവ് ചെയ്തിരുന്നു. അല്ല, അത് ഒരു കാര്യം ചോദിച്ചോട്ടെ. റിസർവ് ചെയ്തിരുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിനറിയാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അറിയാമല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് കോടതിയിലെത്താൻ പോയത്? കോടതിയിൽ വ്യക്തമായ രേഖകൾ ഇപ്പോഴും സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പലതും ചിലപ്പോൾ വനം വകുപ്പ് വേണ്ട ആർക്കിയോളജി വകുപ്പിൽ നിന്നെടുത്ത് നശിപ്പിച്ചിട്ടുണ്ടാവോ എന്ന് വരെ ഞാൻ സംശയിക്കുക. അതിന് സംശയമില്ല, അതും ചെയ്യും. അത് കണ്ടെത്തേണ്ട ബാധ്യത ഗവൺമെന്റിന്റെ ആണ്. അതിനുള്ള ആത്മാർത്ഥത ഗവൺമെന്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ. അല്ല, ഗവൺമെന്റിന് മാത്രമല്ല ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ കാര്യത്തിൽ താല്പര്യം വേണ്ടേ? അതിന് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ രാഷ്ട്രീയവാദികൾ എന്ന് പറയുന്നു 2024
ജൂൺ മാസത്തിൽ ഇതിന് 100 അടി വീതിയിൽ ഈ റോഡുള്ളതാണെന്നുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ്. അല്ല, 1000-ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ പോലും ഈ ജനതയെ വെല്ലുവിളിച്ച് ഇപ്പോഴും അതിനുള്ള ഉത്തരവിറക്കാൻ തയ്യാറായിട്ടുള്ളതെന്ന് ഓർക്കണം. ഇല്ല, ഈ ഗവൺമെന്റ് ബെഞ്ചിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. ഈ സമൂഹത്തെ ഇടുക്കിക്കാരെ എത്രമാത്രം വില കുറച്ചാണ് ഈ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ചില വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴേക്കും അത് ഏറ്റുപാടാനും അതിൽ മയങ്ങി വീഴാനും കുറേയധികം ജനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. അതാണ് ദുരന്തം. നമ്മളിപ്പോ സ്ഥാനാർത്ഥികൾ ആരുടെ കൂടെയാ? പള്ളിയിലെ അച്ഛൻ്റെ കൂടെ, മുസ്ലിയാരുടെ കൂടെ, പൂജാരിയുടെ വോട്ടെടുക്കുന്നു, അത് ഇത് ചെയ്യുന്നു. ഒറ്റ സ്ഥാനാർത്ഥി പോലും ഇപ്പോൾ ഈ റോഡിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. നമ്മുടെ ഈ വഴി അടയാൻ പോകുന്നു, ഇതിന്റെ ഭാവി എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച ഒരാളും ഇപ്പൊ ഈ കൂടെ ഇല്ല. ഇവർ ഈ നാടിന്റെ വികസനമല്ല ഇതിനകത്ത്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി നമ്മൾ 100 അടി വീതിയിൽ ജൂൺ മാസത്തിൽ വിധി ഉണ്ടാകുന്നു. ഡിസംബർ മാസത്തിൽ അതിനുള്ള റിവ്യൂ പെറ്റീഷൻ ഈ കേസ് അതിനുശേഷം കേസ് കൊടുത്തല്ലോ. ഒരു പ്രകൃതി സ്നേഹി എന്ന് അവകാശപ്പെടുന്ന ഒരു ബിനാമി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബിനാമിയാണ് ആ കേസ് കൊടുത്തത് അല്ലേ? ആ ബിനാമി കൊടുത്ത കേസും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഡിസംബർ ആയപ്പോഴേക്കും 2024 ഡിസംബറിൽ ആ കേസും തള്ളി. പക്ഷേ പിന്നീട് ആ റോഡ് പണിയാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും വീണ്ടും അടുത്ത കേസ് വരുവാണ്. ഗവൺമെൻറ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ കാര്യത്തിൽ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണ്ടേ? അതിന് പകരം വനമാണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് കൊടുത്തു. അപ്പം കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ചീഫ് സെക്രട്ടറിയോട് തീരുമാനിക്കാൻ പറഞ്ഞിട്ട് 1 മാസമായി. ഡിസംബർ 1-ാം തീയതി വീണ്ടും കേസ് വെച്ചിരിക്കുക. അടിയന്തരമായി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വനമല്ല എന്ന് പറയാൻ സർക്കാർ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ്? അത് ജനകീയ പ്രക്ഷോഭം. 3500-ഓളം ആളുകളാണ് പങ്കെടുത്തത് ലോങ് മാർച്ചിൽ. ഇതൊക്കെ കണ്ടോടുകൂടിയാണ് ഇതിനെ റിപ്പോർട്ട് തിരുത്തി കൊടുക്കണമെന്നെങ്കിലും തോന്നിയത് അല്ലേ? ആ റിപ്പോർട്ട് തിരുത്തി കൊടുത്തിട്ട് കോടതി ചീഫ് സെക്രട്ടറിയോട് തീരുമാനമെടുത്ത് റോഡ് പണി പുനരാരംഭിക്കാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരു മാസമായി. ഇത് പ്രധാനമായിട്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. അതായത് നമുക്കൊരു 20-25 അടി റോഡിന്റെ 2 സൈഡിലായിട്ട്, 25 അല്ല, ഒരു 35 അടി വരെ നമ്മൾ കാട് തെളിക്കുമായിരുന്നു വാഹനങ്ങൾ കൂട്ടിയിടിക്കാൻ. ഒരു 25 വർഷമായി ഇവരതങ്ങ് നിരോധിച്ചു. സത്യത്തിൽ ഒരു ആസൂത്രിത പദ്ധതി അത്. ഈ പറയപ്പെടുന്ന 30-35 അടി കാട് തെളിച്ചുകൊണ്ടിരുന്നത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പൊ 25 വർഷമായി. ഈ 25 വർഷം കൊണ്ട് ഇതെല്ലാം മരമായി. അപ്പൊ 1000-കണക്കിന് മരങ്ങൾ നശിപ്പിക്കണം. അതാണ് തടയാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ആയുധം. അതൊരു എന്ത് പറഞ്ഞ ഒരു കവചമായിട്ട് ഉപയോഗിക്കുകയാണ്. പരിസ്ഥിതിയെ മനുഷ്യനെതിരെയുള്ള ഒരു കവചമായിട്ട് ഇവർ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ അപകടം പിടിച്ച മരങ്ങള് മനുഷ്യന്റെ തലയിലേക്ക് മറിഞ്ഞു വീഴുന്ന, വാഹനങ്ങളുടെ പുറത്ത് വീണ് ആളുകൾ മരിച്ച സാഹചര്യത്തിൽ വെട്ടാൻ പറഞ്ഞ് കളക്ടർ ഉത്തരവിട്ടിട്ട് നടപ്പാക്കാൻ തയ്യാറായില്ല DFO അല്ലെ? DFO അതിനെ എതിർത്തു. ഇതൊക്കെയാണ് നമ്മുടെ നടപ്പാക്കിക്കാൻ രാഷ്ട്രീയ പ്രവർത്തകർ സഹകരിക്കുന്നില്ല. മറിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ മോശക്കാരാക്കാൻ, പിരിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശവൽക്കരിക്കാൻ ഇതേ നാട്ടുകാരിലെ സാമൂഹ്യ പ്രവർത്തകരെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ വ്യാപകമായി ദുരുപയോഗിക്കും. അതിനകത്ത് ഒരു കാര്യം ഈ റോഡ് സത്യത്തിൽ മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 സൈഡിലും റോഡിൻ്റെ 2 സൈഡിലേക്കും വിസ്ത ക്ലിയറിംഗ് ചെയ്ത് വളരെ വിസിബിളായിട്ടുള്ള സ്ഥലമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ 3-ാം മൈൽ ഭാഗത്ത് ഒരു 95-ന് ശേഷം മുള തവാരണ ഇട്ട് മുളപ്പിക്കുന്നുണ്ടായിരുന്നു. ആ മുള 2 സൈഡിലൂടെയും വനംവകുപ്പ് വച്ചുപിടിപ്പിച്ചു. ഈ വിസ്ത ക്ലിയറിംഗ് സ്ഥലം ഇപ്പം അത് വനസമാനം പ്രതീതിയാക്കിയത് ഒരു 10-20 വർഷം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന വനംവകുപ്പാണ്. അതായത് റോഡ് കയ്യേറുന്നു, റവന്യൂ ഭൂമി കയ്യേറുന്നു, വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് മനുഷ്യനെ ഓടിച്ചു വിടുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഈ വനംവകുപ്പ്. 1959 ഉള്ള വനഭൂമി 9000 സംതിങ് സ്ക്വയർ കിലോമീറ്ററാണ്. ഇന്നത് 11500 6.25 ലക്ഷം ഏക്കർ വനം കേരളത്തിൽ 1959 ശേഷം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, 64 വർഷങ്ങൾക്ക് ശേഷം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, കൃത്യമായും കയ്യേറുന്നത് ആരുടെ ഭൂമി? എവിടെ നിന്ന് കിട്ടിയ ഭൂമി? അല്ല, അത് ഈ റോഡ് പോലും കയ്യേറുന്നു എന്ന് പറയുന്നത് ഒരു സാമാന്യം റോഡല്ല, നിങ്ങൾ അറിയുന്നില്ല. ജില്ലയിൽ കുടിവെള്ളം തടയുന്നു, ഒട്ടനവധി ഗ്രാമീണ റോഡുകൾ തടയുന്നു, മറ്റേ നമ്മുടെ ST ഷെഡ്യൂൾ ട്രൈബ് വിഭാഗം, പാവപ്പെട്ട ഇടമലക്കുടി അടക്കമുള്ളവർക്ക് റേഷൻ കൊണ്ടാൻ സമ്മതിക്കുന്നില്ല. മറ്റൊന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വന്യമൃഗം ആസൂത്രിതമായി ഈ മനുഷ്യരെ കൊന്നുകൂട്ടി ദുസ്സഹമാക്കി പുറംചാടിക്കാനുള്ള ജൈവ ആയുധമാക്കി
വളരെ ശാസ്ത്രീയമായി ഈ സാധനം ശ്രദ്ധിച്ചേക്കണതാണ്. അല്ല, ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് പഞ്ചായത്തിനുള്ള അധികാരം ഇവർ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് പറയേണ്ടി വരും നമ്മൾ. അതായത് അപകടം പിടിച്ച മരങ്ങൾ മനുഷ്യന് ജീവന് ഭീഷണിയായിട്ട് യാത്രക്കാർക്ക് പ്രശ്നമായിട്ട് 10,000-കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡിൻ്റെ അരികിൽ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ, ഒടിഞ്ഞു വീഴാൻ തയ്യാറുള്ള മരങ്ങൾ മുറിച്ച് മാറ്റാൻ പറഞ്ഞ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്ത് അതിന് തയ്യാറായോ? ഭരണകൂടം ഒരു ഭരണകൂട ഉപകരണം മാത്രമാണ്. അത് അവര് ഒരു വളരെ ക്ലിയറായ ഒരു കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ അവരുടെ പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചിട്ട് അനുവദിച്ചാൽ മാത്രമേ അവരതിന് തയ്യാറാവുന്നുള്ളൂ. ഇത് നേരത്തെ ഇല്ലാത്തൊരു കാര്യമാണ്. പുതുതായിട്ട് രൂപപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നമാണ്. ഒരാൾ തല്ലുന്നത് കണ്ടാൽ തല്ലിയത് തെറ്റാണെന്ന് പറയാൻ അവകാശമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പൗരന്റെ ജനാധിപത്യ അവകാശം ആരൊക്കെയോ കേന്ദ്രീകരിച്ച് കൊണ്ടുപോയിരിക്കുന്നു. അവർ പറയും പ്രതികരിക്കണോ വേണ്ടിയോ, നല്ലത് ചീത്ത അവൻ പറഞ്ഞാലേ ഇവന്. അത്രയ്ക്ക് മോശം ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ കുറെ അശാസ്ത്രീയമൊക്കെ നടക്കുന്നുണ്ട്. അതിലും ഗ്രാമപഞ്ചായത്തുകളൊന്നും ഇടപെടുന്നില്ല. അതിന് നമ്മളെ കുറ്റം പറയണോ? നമ്മൾ ഈ കമ്പനിയുടെ ഏജന്റ് ആണെന്ന് വരെ അവന്മാർ പ്രചരിപ്പിക്കുന്നു. ഈ കക്ഷിയെ ചോദ്യം ചെയ്യുന്നില്ല. ഒരിക്കലും ഒരു കമ്പനിക്ക് നമ്മൾ അനുകൂലമല്ല. നമ്മൾ ആരോടും ഒരു അശാസ്ത്രീയമാണ്. ഈ നിർമ്മാണം അശാസ്ത്രീയമാണ്. അതിൽ തെറ്റുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും നമ്മൾ കേന്ദ്രമന്ത്രി ജോർജ് തോമസ് അടക്കമുള്ളവരെ നേരിൽ പോയി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ശാസ്ത്രീയമായ സംവിധാനമാണെന്നാ പറഞ്ഞത്. ഇപ്പൊ അതെ മതിൽ കെട്ടി വെച്ചു. നിരപ്പായി കിടക്കുന്ന പ്രദേശത്ത് പോലും വീടുകളുടെ മുമ്പിലും ടൂറിസ്റ്റ് ഹോമുകളുടെ മുമ്പിലും ഒക്കെ മതിൽ കെട്ടാണ്. ഈ മതിൽ കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല. അത് എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സമിതി എന്ന നിലയ്ക്ക് നമ്മൾക്ക് അത് കൊണ്ടുവരികയും അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ്. നമുക്ക് അതിനപ്പുറത്തേക്ക് വലിയ സാധ്യതയൊന്നുമില്ല. ഗ്രാമപഞ്ചായത്തുകൾ ഇടപെടണം. റോഡ് ലെവലിലുള്ള ഭൂമിയിൽ മതിൽ കെട്ടിവെച്ച് 4 മീറ്റർ വഴി കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് തന്നെ അശാസ്ത്രീയ. ഈ ഇതിലൊരു വ്യാപാര സ്ഥാപനമോ ഉണ്ടെങ്കിൽ ആ വ്യാപാര സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു വീടാണെങ്കിലും അവിടെ വരുന്ന വാഹനം പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഈ പറഞ്ഞ ദേശീയപാതയിലേക്ക് റിവേഴ്സ് എടുത്ത് ഇറക്കണം. അത് വീണ്ടും ഗതാഗത ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. മുറ്റത്ത് സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ ഇട്ട് തിരിച്ച റോഡിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവരാണല്ലോ ഈ പണി നടത്തുന്നത്. ആ പണിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളവരാണ്. അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഈ റോഡ് പണി നടക്കുന്നു. കോൺട്രാക്ടറെ സംബന്ധിച്ചും ജനങ്ങളോടൊരു ഉത്തരവാദിത്വം വേണം. കോൺട്രാക്ടറും ഈ പറഞ്ഞ ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത നിലയിൽ ചെയ്യാനാ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന് DPR പോലും ഇല്ലെന്നാണ് കേൾക്കുന്നത്. കോൺട്രാക്ടർക്ക് യാതൊരു പ്രതിബദ്ധതയില്ല. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് ഫയലുകൾ കണ്ടെത്തേണ്ടതുണ്ടാവുന്നു. വേണമെങ്കിൽ ആ കാര്യത്തിലെങ്കിലും അവർക്ക് കുറേ ശ്രമങ്ങൾ നടത്താം. ഒരു ഉപകാരവും ആ കാര്യത്തിൽ ഈ വിഷയം മുന്നോട്ട് ക്ലിയറായി പോകുന്നതിനുള്ള സഹകരണം കോൺട്രാക്ടർ എന്ന നിലയ്ക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത ആളായി മാറിപ്പോയി എന്നുള്ളത്. ഞാൻ ആ കാര്യത്തില് ഈ ഗ്രാമപഞ്ചായത്തുകളെ വിമർശിക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളുടെ ഇവിടെ അടിമാലി, വെള്ളത്തൂവൽ, പള്ളിവാസൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പ്രദേശത്തൂടെ ഈ ദേശീയപാത കടന്നു പോകുന്നത്. ഈ ദേശീയപാത ഉദ്യോഗസ്ഥരുടെയും ഈ കോൺട്രാക്ടറെ ഉൾപ്പെടെ ഒരു മീറ്റിംഗ് ഏതെങ്കിലും ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ടോ? അവർക്കൊരു ആശയം അവരെ ഈ കോൺട്രാക്ടറുമായിട്ട് അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? MLA ഉണ്ടോ? നമ്മുടെ ലക്ഷ്യം ഈ റോഡ് ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ നിന്നത്. പക്ഷെ ആ റോഡ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ സമരത്തിന് പോവുകയാണെന്ന് പറഞ്ഞു ഭരണകക്ഷിക്കാരായിട്ടുള്ള ആളുകൾ പിന്മാറി. മാത്രമല്ല ഇവരെയൊക്കെ പിടിച്ച ശരിക്കും ദേശീയപാത അതോറിറ്റിയുടെയും കോൺട്രാക്ടറുടെയും ഉൾപ്പെടെ മീറ്റിംഗ് നമ്മൾ 3 പ്രാവശ്യം അടിമാലി മർച്ചൻസ് അസോസിയേഷന്റെ ഹാളിൽ വിളിച്ചു കൂട്ടി. നമ്മൾ വിളിച്ചു കൂട്ടുന്നതിന്റെ 10 ഇരട്ടി ഫലം ഉണ്ടാവും ഒരു ഗ്രാമപഞ്ചായത്ത് വിളിച്ചു കൂട്ടിയാൽ വരും. അതിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് കുറേ കൂടി പ്രാധാന്യം ഉണ്ടാവും. പക്ഷേ ഈ കാര്യത്തിലൊക്കെ ഈ റോഡിന്റെ കാര്യത്തിൽ ഭയങ്കരമായ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള ആളുകളും സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഒന്ന് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും ഇല്ല. അപ്പൊ ഇവര് പറയുന്ന വികസനം എന്ന് പറയണത് എന്താ? ഇപ്പൊ ഇവരെല്ലാം പറയണ്ടല്ലോ വികസനം എന്ന് പറഞ്ഞാൽ പോക്കറ്റാണോ? അത് മാത്രമേ കാണാൻ വഴിയുള്ളൂ, യാതൊരു സംശയം അല്ല. അങ്ങനെയാണോ? അപ്പൊ ജനം അങ്ങനെ സംശയിക്കണോ? അല്ല, ചില ആളുകളുടെ വികസനം, റോഡിനെതിരെ പ്രതികരണമില്ല, മറ്റു നിരോധനങ്ങൾക്കെതിരെ പ്രതികരണമില്ല. ഇവര് വലിയ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇവര് നമ്മൾ കാണുന്ന പോസ്റ്റർ ഒട്ടിക്കല്, നമ്മൾ ചീത്ത വിളിക്കല്. അത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവർ നിശ്ചയിക്കുന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ ഒരാൾ സമ്മതിക്കാതിരിക്കുക. ജനങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് പരിഗണിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതിനുള്ള നേതാവ് സമ്മതിക്കണമല്ല, കേന്ദ്ര കമ്മിറ്റി സമ്മതിക്കണമല്ല അല്ലേ? അത് തന്നെയാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്യോഗസ്ഥന്മാരായി മാറുന്നു. എന്റെ ഭരണഘടനാവകാശം നിശ്ചയിച്ചത് മോശമായി പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രാദേശിക നേതാവിന് പറയാനുള്ള അധികാര അവകാശം എന്തുകൊണ്ടാണ് ഇന്ന് ഭരണഘടന അണികൾക്ക് അവകാശമില്ല, നേതാവിനും അവകാശമില്ല. ഇടുക്കിക്ക് മാത്രം എന്താ ഇങ്ങനെയൊരു പ്രത്യേകത? അല്ലെ, ഇടുക്കിയെ സംബന്ധിച്ചാണല്ലോ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പൊ അവന് വഴി വേണ്ട, അവന് വികസനം വേണ്ട, അവൻ 100 വർഷം അപ്പുറത്തേക്ക് പുറകോട്ട് പോകണമെന്നാണ് ഈ പ്രമാണിമാര്. ഇതൊരു ഭരണകൂട ഭീകരത തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ ജനത്തിന് മാറി ചിന്തിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഇതൊരു കേന്ദ്ര ഭരണ പ്രദേശമാക്കുക എന്നുള്ള ചിന്തയൊക്കെ ഞാനൊക്കെ ചിന്തിക്കണം. എന്നാ അറിയോ, നമുക്ക് വലിയ സാധ്യതയുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിന്റെ അതേ സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടുത്തെ നാണ്യവിളകൾ, ഇവിടുത്തെ വൈദ്യുതി, ഇവിടുത്തെ ടൂറിസം സാധ്യത, അങ്ങനെയുള്ള വലിയൊരു സാധ്യത ഇവിടെ കിടക്കുന്നു. അല്ല, ഇതെല്ലാം നിരോധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകേണ്ടി വരും. യാതൊരു സംശയമൊന്നുമില്ല. കാരണം നിയമപരമായി തെറ്റില്ല. ഒരു പാരിസ്ഥിതികമായി അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു മേഖല എന്ന നിലയ്ക്ക് കേന്ദ്രത്തിന് ഏറ്റെടുക്കുന്ന തടസ്സമില്ല. ഇടുക്കിയിലെ 55% ജനം നാളെ ആവശ്യപ്പെട്ടാൽ ഇടുക്കി എന്നുള്ളത് കേന്ദ്രഭരണ പ്രദേശമാവും. അയൽവക്കംകാർക്കും കുഴപ്പമില്ല. എന്നറിയോ, എറണാകുളംകാർക്ക് ഇങ്ങോട്ട് വന്ന് സാധനം മേടിക്കാം. നികുതി, മദ്യമടക്കം, മദ്യത്തിന് പകുതി കാശ്, പെട്രോളിന് പകുതി കാശ്, ഭൂനിയമങ്ങൾ, കേന്ദ്ര നിയമം സുതാര്യമാണ്. എല്ലാം കേന്ദ്ര നിയമത്തിന് കീഴിലേക്ക് വരുന്നതോടുകൂടി ഇടുക്കിക്കാർക്ക് പുത്തൻ സ്വാതന്ത്ര്യം. ഈ നയമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുടരുന്നത്, ഗവൺമെന്റ് തുടരുന്നതെങ്കിൽ ആ നിലയിൽ ഓരോ പുതിയ ആശയവുമായി നമ്മൾ മുമ്പിട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായിരിക്കും നമ്മൾ ഈ പഞ്ചായത്തുകളുടെ വികസനത്തെ സംബന്ധിച്ച് ഇപ്പോൾ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 5 പഞ്ചായത്തുകളാണ്. ഈ 5 പഞ്ചായത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് വർഷം എത്രയായി? 1956 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇത്രയും കാലങ്ങൾ കടന്നുപോയി. ഈ 5 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ സർക്കാർ തലത്തിൽ ഒരു +2 സ്കൂളുണ്ടോ? ഒരു നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, ഒരു ഗവൺമെൻറ് കോളേജുണ്ടോ? ഇതൊന്നും ഇവിടെ സാധ്യം. 5 പഞ്ചായത്തിൻ്റെ കീഴിലില്ലാതെ എത്രയോ വിദ്യാർത്ഥികൾ +2 10ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കുന്നു, +2 കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഈ 5 പഞ്ചായത്തിൽ ഉണ്ടാക്കാനായിട്ട് ഈ 5 പഞ്ചായത്തുകളിൽ കൂടി സംയുക്തമായിട്ടൊരു സ്ഥലം കണ്ടെത്തിയാലും മതിയായിരുന്നു. അല്ല, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും നിരക്ഷര കുഷികളായിട്ടുള്ള ആളുകൾ, ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള ആളുകൾ 28 കുടികളാണ് ഈ പഞ്ചായത്തിലുള്ളത്. 28 ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട് ഈ പഞ്ചായത്തിൽ. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ എയ്ഡഡ് സ്കൂളിനെ ആശ്രയിക്കേണ്ട സാഹചര്യം എന്നുള്ളത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഒരു +2 കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കോളേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ എവിടെയാണ് കോളേജ് ഉള്ളത്? അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് അവസാനം നിങ്ങളുടെ എല്ലാം നിഷേധിച്ചു, അവസാനം നിങ്ങളുടെ വഴിയും കൂടി ഞങ്ങൾ നിഷേധിക്കും. അല്ല, ഇപ്പൊ ഇവിടുന്ന് കുടിയിറങ്ങി പോകുക എന്നുള്ള ആ ഒരു ഉദ്ദേശം ഇടുക്കിയെ സമ്പൂർണ്ണ വനവൽക്കരണത്തിന്റെ ഭാഗമാക്കി പുകച്ച് പുറത്തു ചാടിക്കുക എന്നുള്ള അജണ്ടയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു സംശയം വേണ്ട. കാരണം നേരെ ചൊവ്വേ ഇത് നമ്മുടെ ഭൂമി ഏറ്റെടുത്തിട്ട് വനമാക്കാൻ ശ്രമിച്ചാൽ വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. പട്ടയം ചുമ്മാറെത്തിയ സാങ്കേതികത്വമാണ്. സാങ്കേതികത്വം പറഞ്ഞു ഇപ്പം ആനച്ചാലില് ഒട്ടേറെ ജനവാസ മേഖലയാ, ചുറ്റും ടൗൺഷിപ്പാണ്. അതിന്റെ നടുക്കാണ് ഒരു 250 ഏക്കർ വനം പ്രഖ്യാപിച്ചത്. എന്നിട്ട് ജനകീയ പ്രശ്നം ഉണ്ടായപ്പോ പറയാം മരവിപ്പിച്ചു. ഒരു വിജ്ഞാപനം വന്ന് മരവിപ്പിച്ചു. അല്ലെ, വനം പ്രഖ്യാപിക്കുന്നു, വന വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു, എന്നിട്ട് അവിടെയൊക്കെ യൂക്കാലി വെച്ച് പിടിപ്പിക്കുന്നു, അതുപോലെ തേക്കും പ്ലാന്റേഷൻ വെച്ച് പിടിപ്പിക്കുന്നു. വന്യമൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, അവരൊക്കെ കൃഷിയിടങ്ങളിൽ വന്ന് ജീവിക്കുന്നു. ഇതാണ് സാഹചര്യം. അപ്പൊ റോഡ് വിഷയത്തില് എന്നുള്ളത് ഈ പഞ്ചായത്തിൽ ചർച്ചാ വിഷയമാകുക തന്നെ വേണം. അത് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ റോഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണം വോട്ട് ചെയ്യാൻ. ആ നിലയിൽ വരണം. അതിന്റെ പ്രതിഷേധമായിരിക്കണം വോട്ട് എന്നുള്ളത്. ഇത്തവണ ഇടുക്കിക്കാരൻ ഇതിന്റെ എല്ലാം പ്രതിഷേധം അറിയിക്കാനുള്ള ഉപകരണമാക്കണം. വ്യക്തിയെയോ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. ഈ നടന്നിരിക്കുന്ന സംഭവങ്ങൾക്കുള്ള ഈ ജനത്തോട് ചെയ്ത അന്യായങ്ങൾക്കുള്ള പ്രതികരണമായിരിക്കണം ഇലക്ഷൻ. സംശയമില്ലാത്ത